നാളെ സീനത്തിന്റെ മോളെ നിക്കാഹാണ്. ചെലിട്ടു പോകാൻ പൊന്നിന്റെ ഒരു തരിയിലൊക്കെ ഈ ചന്തേന്ന് വാങ്ങിയ 10 ഉറുപ്പ്യന്റെ വളയും മാലയാണ്. അത് ഒറ്റ നോട്ടത്ത് കണ്ട മനസ്സിലാവും. ജുമ്മങ്ങളെ എന്തെങ്കിലും പൊന്നിന്റെ തരി ഉണ്ടെങ്കിൽ തരൂന്നാ ചോദിച്ച്. ഇല്ലല്ലോ മാണ്ട വൽക്കാരം മുണ്ട് ചോദിച്ചെന്നെ മണം പോയേ. മണമുള്ള മാറ തണിയാൻ മാങ്ങാത്താലി മണിത്താലി മാറ തണിയാൻ മണിത്താലി. വാങ്ങാത്തോലി നിങ്ങളൊന്നും മിണ്ടാണ്ടിരിക്കണ്ടോ? മാങ്ങാത്തൊലി അല്ല പാത്തോ, മാങ്ങാത്താലി. ഇങ്ങനൊരു ബുദ്ധൂസ്. എടി മാങ്ങാത്താലി മാങ്ങമാല എന്നൊക്കെ പറഞ്ഞ പഴയ കാലത്തെ ആഭരണങ്ങളാണ്. പാലക്കമാല, കരിമണിമാല, നാഗവടത്താലി എന്നൊക്കെ കേട്ടിട്ടില്ലേ? അക്കൂട്ടത്തിൽ പെടുന്ന ആഭരണങ്ങൾ. പഠിച്ചോനെ പൊന്നെന്താ മുക്കെന്താന്ന് അറിഞ്ഞൂടാ. നിങ്ങൾ എങ്ങനെ പഠിച്ച മാലേന്റെ പേരൊക്കെ? ഇനി ഞമ്മൾ അറിയാണ്ട് വല്ല പെണ്ണുങ്ങൾക്കും കരിമണിമാല വാങ്ങി കൊടുക്കണ്ടോ? ഓന്റെ പാത്തോ പഴയ സിനിമ പാട്ട് കേട്ട് പാടിയതാണത്, അല്ലാണ്ട് വേറെ പിയൂട്ടിനെ തേടി നടന്നിട്ട് കിട്ടിയതല്ല. പഴയ സിനിമാ പാട്ടിൽ എഴുതി വെച്ചിട്ടല്ലേ പൊന്നിന്റെ പണ്ടത്തിന്റെ ഒക്കെ പേര്. ദാ ഇത് നിങ്ങളോട് മീൻ വാങ്ങാൻ വന്ന ഏതോ പെണ്ണുങ്ങൾ പറഞ്ഞതാ. ഇക്കൊറപ്പാ. രാവിലെ തന്നെ ചീർപ്പം കൊണ്ട് കണ്ണാടിന്റെ മുന്നിൽ മൊഞ്ച് നോക്കണത് കണ്ടാൽ അറിഞ്ഞൂടെ? ഹോളെ കാണാനല്ലേ നിങ്ങൾ ഇങ്ങനെ സൈലാക്കണത്? പാത്തോ ഞമ്മള് വിൽക്കാൻ പോണത് മീനാ, അല്ലാണ്ട് മോഹത്തല്ല. മീൻ വിൽക്കാൻ പോണങ്ങള് ഉച്ച തിരിഞ്ഞു കഴിഞ്ഞാ പൊരയിലെത്തണം. നിങ്ങള് നേരം വെളുക്കുമ്പോ പോയാ പിന്നെ അന്ത്യാവും പൊരയിലെത്താൻ. മീൻ വിൽക്കണ കോളനിയിൽ ഏതോ ഒരു മൊഞ്ചത്തി പെണ്ണിന്റെ പഞ്ചാര വലയത്തിൽ മീൻ കുടുക്കണ മാതിരി നിങ്ങൾ കുടുങ്ങിക്കണ്. എനിക്ക് സംശയമുണ്ട്. ഓ പണ്ടാറടങ്ങി രാവിലെ തന്നെ തുടങ്ങിയല്ലോ. തരൂ ഈ എന്തേ സൗകര്യോ തരൂല. നിങ്ങൾ ഓക്ക് വാങ്ങിക്കൊടുത്ത പണ്ട് എത്രാണെന്ന് കിപ്പറിയണം. ഓളെ മേത്ത് മൂയുമ്പോ പൊന്നിട്ടിക്കണ് നിങ്ങളിപ്പോ പാടിയില്ലേ? ഏതോള്ള കാര്യാണ് പാത്തോ ഈ പറയണത്? അത് നിങ്ങൾക്ക് അറിഞ്ഞൂടാ? ഇല്ല. മീൻ വാങ്ങാൻ നിക്കണ ഏതോ ഒരു പെണ്ണ്. അപ്പൊ ഓളെ ഈ കണ്ടുപിടിച്ചില്ലേ? ഈ പിളവത്തിയ. അപ്പൊ അങ്ങനെ ഉണ്ട്. ഓളെ കാണാനല്ലേ എന്നും ഞമ്മള് കോളനിയിലേക്ക് പോണേ. ഓളെ ഞമ്മള് പൊന്നിട്ട് മൂടും. ഓക്ക് ഞമ്മള് മുത്തും പവയും പൊന്നൊക്കെ വാരി കൊടുക്കും. എന്തേ മീൻ കൊട്ടേന്ന് മത്തിയും മാന്തയും വാരി നിങ്ങള് ഓക്ക് മുത്തും പൊന്നും വാരി കൊടുക്കൂലേ? വാരി കൊടുക്കും, വാരി കൊടുക്കും. ഏത് നേരം ചെത്തലകളിലെ പോലെ ചെലച്ചോണ്ടിരിക്കണ അനക്ക് എന്തേത്ത് തരാനാണ്? രണ്ട് കുട്ടികളെ നാളെ സീനത്തിന്റെ മോളെ നിക്കാഹാണ്. നോക്കിന്റെ കഴുത്തിലും കാൽമലും എന്തെങ്കിലും ഉണ്ടോന്നു? ഇതൊക്കെ 10 ഉറുപ്പ്യന്റെ മുക്ക് പണ്ടല്ലേ? സീനത്തിന്റെ മോളെ നിക്കാഹിന് എന്തിനാ പൊന്നിടുന്നത്? സീനത്തിന്റെ മോള് ഇട്ടാ പോരെ? ഈ മനുഷ്യനെ കൊണ്ട് ഞാൻ തോറ്റി. മനുഷ്യ 4 ആൾക്കാരെ മുന്നിൽ ചെന്ന് നിൽക്കേണ്ടതാണ് എനിക്ക്. ഒരു തരം പൊന്നില്ലാണ്ട് ഞാൻ എങ്ങനെ ആൾക്കാരെ മൂത്ത് നോക്കൂ? ആളുകളുടെ മുഖത്ത് നോക്കാണ്ടക്കാൻ പറ്റായി അന്റെ കണ്ണിന് കുഴപ്പമൊന്നുമില്ലല്ലോ. കാതിലും കൗത്തിലും ഇട്ടാ മാത്രമേ എനിക്ക് കാഴ്ച വരുള്ളൂ. കല്യാണ പേരെ ചെന്നാലേ ആൾക്കാരത് ഇങ്ങനെ നോക്കിയാ മതി. മാണ്ടേ കൊറേ നേരം ഇങ്ങളുടെ മക്കളൊക്കെ നോക്കണേ. എനിക്ക് കൂടെ തരിച്ചു വരുന്നുണ്ട്. നെഞ്ച് കലക്കല്ലേ പാത്തു. നീ അന്നെ ചികിത്സിക്കാൻ ഒരുപാട് കായ് വേണ്ടി വരൂ. നീ വെക്കുന്ന കായൊന്നും മതിയാവൂല. ആർക്കിപ്പോ എന്താ മാണ്ടിയേ? നാളെ സീനത്തിന്റെ മോളെ നിക്കാഹിന് പോകുമ്പോ ഇടാനിന്റെ കയ്യമ്മലും കൗത്തിലും കാതിലും പൊന്നിന്റെ എന്തെങ്കിലും ആണോ? എന്തെങ്കിലും മതിയോ? എന്തെങ്കിലും പോരാ. പൊന്നിന്റെ തരി തന്നെ കിട്ടണം, ഇല്ലെങ്കിൽ ഞാൻ പോവില്ല. അല്ല പാത്തുവോ, ഈ പൊന്ന് തരി തരിയായിട്ടൊക്കെ കിട്ടൂ? അല്ല അങ്ങനെയാണെങ്കിൽ കുറെ ചട്ട് വാങ്ങിയേക്കാൻ വെച്ചിട്ടാണ്. ഓരോ ദിവസം മീൻ വിറ്റിടുന്ന ആയോണ്ട് ഓരോ തരി വാങ്ങിയേക്കാലോ അല്ലേ? അല്ലെങ്കിൽ അത് വേണ്ടല്ലേ? ഇക്കറിയാ നിങ്ങളിൽ ഇപ്പൊ സ്വർണം വാങ്ങാനുള്ള കായൊന്നും ഉണ്ടാവൂലാന്ന്. സ്വർണത്തിനൊക്കെ ഇപ്പൊ എന്താ വില? ദിവസം അങ്ങനെ കുതിച്ചു കേറല്ലേ? എന്നും പത്രത്തിൽ കാണാം. ഇന്നിപ്പോ സ്വർണത്തിന് എന്താ വില എന്ന് എല്ലാരും ചോദിക്കണത്. അതുകൊണ്ട് ഈ പ്രാവശ്യവും മുക്കുവണ്ടിട്ടിട്ട് തന്നെ നിക്കാതിന് പോകൂലേ? നല്ല സ്വഭാവമാണ്. കെട്ടിയോന്റെ അവസ്ഥ മനസ്സിലാക്കാൻ കഴിവുള്ള പെണ്ണാണ് ഈ. അല്ലെങ്കിലും നിന്റെ പൊന്നും കൊടുത്തിന് എന്തിനാ പൊന്ന്? അയ്യടാ വയസ്സാങ്കാലത്ത് ഒരു മൂരി ശൃംഗാരം. പൊന്നില്ലെങ്കിൽ ഞാൻ പോവൂല. പാത്തോ ഇത് മുക്കാണോ പൊന്നാണോ എന്ന് ആരെങ്കിലും ഒരിച്ചു നോക്കുവോ? അതൊക്കെ ഞങ്ങള് പെണ്ണുങ്ങൾക്ക് കണ്ടാ തിരിച്ചറിയാം. വല്ലാത്തൊരു കണ്ണന്നെയാണ് നിങ്ങളെ പെണ്ണുങ്ങളെ കണ്ണ്. ഔ നിങ്ങളാ പാലേട്ടനോടോ ആരോടെങ്കിലും ചോദിക്കും. ഓരോളെടുത്തൊരു മാല കടന്തരണ്ടോ? ഒരു പാവം മതി, ഒരൊറ്റ ദിവസത്തേക്ക് മതി. മോന്തിയാകുമ്പോ കൊടുക്കാലോ. എന്റെ പാത്തുവോ, കായ് കടം ചോദിക്ക, പൊന്ന് കടം ചോദിക്കാന്ന് വെച്ചാ അവര് കുറച്ചില്ലല്ലേ പാത്തുവോ?
നിങ്ങളെ നല്ല കൂട്ടുകാരനല്ലേ അയാള്? നിങ്ങളൊന്ന് ചോദിച്ചു നോക്കി തരാണ്ട് നിക്കൂല. ഓല് നല്ലോണുള്ളോരല്ലേ, ഇല്ലാത്തോലെ സഹായിക്കാണ്ടിക്കോ? ഞാൻ ചോദിച്ചു നോക്കാം. വലിയ കമ്മ്യൂണിസ്റ്റാ. ഒരു മാലിട്ട് ഉണ്ടെങ്കിലായി. കുറച്ച് അമേരിക്കൻ രാഷ്ട്രീയമൊക്കെ കേൾക്കേണ്ടി വരും. കിട്ടിയാലായി. അതിന് പവനും തൂക്കൊന്നും വിളിച്ചു പറഞ്ഞ് നടക്കണ്ട. ചുറ്റും കള്ളന്മാരാ. മൂസക്കായ്ക്കെന്തോ ഒരു പുതിയ കച്ചവടം. അതിന് മൂസക്ക കള്ളനല്ല. ഞമ്മള് കള്ളനല്ല. കക്കാള്ള സൂത്രണ്ട് നമ്മൾ എന്ന് കഴിച്ചില്ല. ഇനി മൂസക്കന്റെ ഒരു തമാശ. നിങ്ങളെ മീൻ കച്ചവടത്തല്ലേ? ശരിയാക്കി തരൂ. അപ്പഴേ ബാക്കി കഥയ്ക്ക് പിന്നെ പറയാം. മീനില്ലേ? മീനൊന്നുമില്ല. രണ്ടായിരം മൂസക്ക വിട്ടോളഞ്ഞ കണ്ടില്ലേ? കാണാൻ ചന്തമുള്ള എത്ര ആണുങ്ങളുണ്ട് നാട്ടില്. ടൂക്ക് വലയിലാക്കാൻ കട്ടി എന്റെ കെട്ടിയോനാ. പുടുക്കത്തെ ന്യൂ ജനറേഷൻ കാലല്ലേ. ഒരു പവറും ഇല്ലാത്തല്ലോ എപ്പോഴത്തെ പെണ്ണുങ്ങൾക്ക് മാണ്ടിയ. നിങ്ങളെ ഞാൻ ശരിയായി തരാ. നിങ്ങള് ബരി എന്തിനാപ്പ നിങ്ങൾ ഇങ്ങോട്ട് കേറി വന്ന്? ഓളെ കൂടെ അങ്ങോട്ട് പൊറക്കായിരുന്നില്ലേ? നോട്ട് റോട്ടിലുള്ള കൊഞ്ചലും കൊയ്യലും ഞാൻ എന്റെ കണ്ണോട് കണ്ട്. എന്നിട്ടിപ്പൊ കേറി വന്നിക്കണ് ഒരു ഉടുപ്പില്ലാണ്ട്. അല്ല, ഞാൻ എനിക്ക് പൊന്നിന്റെ മാല എന്തെങ്കിലും കിട്ടുക നോക്കാൻ മിണ്ടരുത്. പിന്നെ നാട് പോയപ്പോ പൊന്നരുന്ന് നടക്കായിരുന്നില്ല നിങ്ങള്. വെറുതെ എന്നെ കൂടെ ഒന്ന് പറയിപ്പിക്കണ്ട നിങ്ങള്. അല്ല, ഞമ്മള് ബാലേട്ടന്റെ പേരെ പോയപ്പോ ബാലേട്ടന്റെ പെണ്ണുങ്ങള് അടുത്ത പേരിൽ ഒരു കല്യാണത്തിന് പോയതാണ്. കുരുത്തോല തൂക്കിയ മാറി ഓരോ മേലെ നിറയെ സ്വർണ്ണ. അതുകൊണ്ട് ഞമ്മക്ക് എന്നെ തോന്നിയതുമില്ല. തോന്നൂല, നിങ്ങക്ക് തോന്നൂല. ആ കോണിപ്പെണ്ണിന് മാങ്ങാത്തോലി അല്ല മാങ്ങാത്താലി മാങ്ങിക്കൊടുക്കാൻ നിങ്ങൾക്ക് തോന്നിയല്ലോ. ഞാൻ കണ്ട് നിങ്ങള് മാങ്ങിക്കൊടുത്ത മാലയെ പിടിച്ചോളൂ കൊഞ്ചി കൊയ്യുന്ന്. അന്നപ്പന്റെ കാന്റെ പെരുവരൽ ഇങ്ങനെ തരിച്ചു കയറിയതാ. വെറുതെ കൊണ്ട് പറയിപ്പിക്കണോ? ഒരു മോള് ഇവിടെ വലുതായി വരുന്നില്ലേ? അതിന്റെ ഒരു ബോധം ഉണ്ടോ നിങ്ങക്ക്? 10 വയസ്സായില്ലേ? 50 ആയി ഓൾക്ക് 16 വയസ്സാണ് ഉമ്മ പറഞ്ഞത്. ഉറഞ്ഞതുള്ള മാത്രം ഇവിടെ എന്താണ്ടായേ? മോളെ, നമ്മളെ സീരത്തിന്റെ മോളെ നിക്കാഹല്ല നാളെ. അതിന് പോവാൻ എന്റെ ഉമ്മാക്ക് ഒരു സ്വർണത്തിന്റെ മാല വേണമെന്ന് പറഞ്ഞു. അതിന് പഴക്കം പയ്യന്. പിന്നെ പൊന്ന് കടം വാങ്ങാൻ വേണ്ടിട്ട് നാട്ടിലുള്ള പെണ്ണുങ്ങളെ മുഴുവൻ ബായി നോക്കിട്ടല്ലേ നടക്കണേ. അങ്ങോട്ട് നോക്കി മച്ചാ. അടുപ്പുള്ള ആണുങ്ങളോട് ചോദിച്ചാ ഓല് നയത്തിലും തഞ്ചത്തിലും ഒക്കെ ഓളുമാരോട് മാല വാങ്ങി തരൂലേ? ഉമ്മ ന്യൂ ജനറേഷൻ നായകന്മാരെ കണ്ട് പഠിക്കാത്തതിന്റെ പ്രശ്നം. ഉദാഹരണത്തിന് റീമ കല്ലിങ്കൽ. കല്ലിങ്കലായാലും മാണ്ടിയില്ല, കല്ലുമക്കായ്മലായാലും മാണ്ടിയില്ല. എനിക്ക് പാര കണ്ട് പഠിക്കണ്ട. അതല്ലുമ്മ, റീമ കലിങ്കൽ ഉമ്മയെ പോലുള്ള പെണ്ണുങ്ങൾക്ക് ഒരു മാതൃകയാ. ഒരു തരി പൊന്ന് ധരിക്കാതല്ലേ ഓള് സ്വന്തം കല്യാണത്തിന് പോയേ. എന്റെ കല്യാണത്തിന് ഞാൻ പൊന്നിട്ട് എന്നെയാ പോയത്. ഇനിയിപ്പോ മാറ്റാൻ പറ്റൂലല്ലോ. പറ്റൂലല്ലോ. അല്ല മോനെ, ഓളിപ്പോ പൊന്നൊന്നുമില്ലാത്ത ഏതെങ്കിലും കുടുംബത്തിലെ കുട്ടിയൊക്കെ കല്ലിങ്കലിന്റെ പെണ്ണേ. ഉപ്പ ഓളൊരു ന്യൂ ജനറേഷൻ നായികയാ. മക്കളുടെ കല്യാണത്തിന് വേണ്ടി ആയുഷ്കാല സമ്പാദ്യം മുഴുവൻ ചെലവഴിക്കുന്ന എല്ലാ അച്ഛനമ്മമാർക്കും വേണ്ടിയാ ഓള് സ്വന്തം കല്യാണം സമർപ്പിച്ച്. ഇത്താത്തക്കും റീമയെ മാതൃകയാക്കാൻ പറ്റുന്നതാണ്. എന്നെ കൊണ്ട് പറ്റൂല. ഓളെ പോലെ ബ്ലാക്ക് മെറ്റലിന്റെ മാലയും വളയൊന്നും ഇടാൻ. എന്റെ കല്യാണത്തിന് സ്വർണം തന്നെ വേണം. അതിനിപ്പോ എന്റെ കല്യാണം ആരും ഉറപ്പിച്ചേ? പിന്നെ ഞാൻ റീമയെ മാതൃകയാക്കാൻ പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് വിവാഹത്തിന് മുമ്പ് ചെക്കന്റെ കൂടെ പോയി താമസിക്കാൻ നിൽക്കണ്ട കേട്ടിക്കോ. ബിസയത്തിലേക്ക് വരെ 4 ആൾക്കാരെ മുന്നിൽ മൂസാന്റെ കെട്ടിയോളാണെന്ന് പറഞ്ഞു എളിഞ്ഞു നിൽക്കാൻ ഒരു മാല ഞമ്മള് ചോദിച്ചേ. അതുകൊണ്ട് നിങ്ങൾ ഉപ്പാന്റെ താനും നിറം ഞമ്മൾ അറിഞ്ഞ്. ഏതോ ഉമ്മ നിറം? ബ്ലാക്ക് ഓർ വൈറ്റ്? എന്ത് താണ്ടാ അനക്ക് നേരം തിരിച്ചറിയാണ്ടായോ? 10-15 കൊല്ലായില്ലേ എന്നെ കാണാൻ തുടങ്ങിയിട്ട്. എന്നിട്ട് പോനിന്റെ നിറം അറിയാണ്ട് അയക്കുന്നു. കെട്ടിയോളെ കൈത്ത് പൊന്നില്ലെങ്കിലും അന്റെ ഉപ്പാക്കെ ആ കോളിലെ പെണ്ണിന് മായി കൊടുക്കാൻ പൊന്നുണ്ട്. ആർക്കും വരേണ്ട പഠിച്ചോനോ. ഉമ്മ ഡയമണ്ട് നെക്ലേസ് കാണാത്തതിന്റെ പ്രശ്നം. ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ന്യൂ ജനറേഷൻ സിനിമയിലുണ്ട്. എന്താടാ സിനിമയിൽ ഉമ്മാക്കുള്ള മെസ്സേജ്? സാമ്പത്തിക അച്ചടക്കമില്ലാത്ത ഒരു യുവാവിന്റെ കഥയാണ് ആ സിനിമയിൽ പറയുന്നത്. നെക്ലേസിനേക്കാൾ വലുതാണ് സ്നേഹം എന്നതാണ് ആ സിനിമയിലെ മെസ്സേജ്. എന്നുവെച്ചാല് കടം വാങ്ങിയ പൊന്നിനെക്കാട്ടും വലുതാണ് ഉപ്പാനോടുള്ള സ്നേഹം. അത് തന്നെ. ഉപ്പാക്ക് ബുദ്ധിയുണ്ട്. അതുകൊണ്ട് ഉമ്മ ഉപ്പാനെ അധികം ഇടങ്ങാറാക്കാൻ നിൽക്കണം. ഒന്നും കൂടെ എന്റെ സുഗുണ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ